എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് സ്ട്രഗ് ആണ്. അതായത് കോളർ ഇല്ലാത്ത മോഡലിലുള്ള ഒരു ലോങ് സ്ട്രഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. സ്ലീവ്ലെസ് ടോപ്പിനൊപ്പം അതുപോലെ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയും പലാസോ പാൻറ്റിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്ട്രഗ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 മീറ്റർ ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് നല്ല ലെങ്ത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മീറ്റർ ഫാബ്രിക് എടുക്കാം. അതായത് 2.5 മീറ്റർ ആണെങ്കിലും 3 മീറ്റർ ആണെങ്കിലും വിടുത്തുള്ള ക്ലോത്ത് തന്നെ എടുക്കുക കേട്ടോ. വിടുത്ത് കുറഞ്ഞ ക്ലോത്ത് എടുത്താൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം വിടുത്തുള്ള ക്ലോത്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ദുപ്പട്ടയാണ്. 2.5 മീറ്റർ ആണ്. അപ്പോൾ ഈ 2.5 മീറ്ററിലുള്ള ദുപ്പട്ട ഞാൻ കറക്റ്റ് 2 മടക്കിയിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഞാൻ യോക്കിന് വേണ്ടിയിട്ടുള്ള പാർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ യോക്കിന് കൊടുക്കുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. യോക്കെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്രണ്ടിലൊരു പോർഷനും പിന്നെ താഴേക്കൊരു പോർഷനുമായിട്ട് ചെയ്യുന്ന എല്ലാ ഇതിലും നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന പോർഷനെ യോക്ക് പാർട്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 2 പീസായിട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ കൊടുക്കുന്ന പാർട്ടിനെ നമ്മൾ യോക്ക് പാർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യണം. അതായത് നമുക്ക് താഴെ തയ്ക്കണം, അതുപോലെ തന്നെ ഷോൾഡറും തയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യണം. അങ്ങനെ 15 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന പീസ്, അതായത് ബാക്കി 2 പീസ് വരുന്നുണ്ട്. ആ 2 പീസാണ് നമുക്ക് താഴ്ഭാഗത്തേക്ക് പ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൽ നിന്നാണ് നമ്മൾ യോക്കും ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ലീവും ചെയ്യുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസിനെ നമുക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കണം. കാരണം നമ്മൾ യോക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 ഫോൾഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി മടക്കിയിടുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതായത് ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സംഖ്യ കിട്ടും. അപ്പോൾ ഇവിടെ 9 ഇഞ്ചാണ്. അതിനോടൊപ്പം നമുക്ക് 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുക. അങ്ങനെ 11 ഇഞ്ച്. ഈ 11 ഇഞ്ച് എടുത്ത് കണക്കാക്കിയിട്ട് നിങ്ങൾ മടക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് വെറുതെ വേസ്റ്റ് ആവില്ല. ബാക്കി ഭാഗം നമുക്ക് സ്ലീവും കൂടി ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മടക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 4 ആക്കിയിട്ടാണ് നമ്മൾ തുണി ഇട്ടിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, യോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അതിനോടൊപ്പം 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡർ, 7.5 ഇഞ്ചാണ് ആം ഹോൾ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിലുള്ള ആം ഹോൾ കുഴിച്ചും കൂടി വരയ്ക്കുന്നുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ആം ഹോൾ ഇവിടെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇപ്പം വരച്ചിട്ടുള്ള ആം ഹോളിന് 1/2 ഇഞ്ച് ഉള്ളോട്ടേക്കും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഡീപ്പായിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിലെ ആം ഹോൾ വേറെ തന്നെ കുഴിച്ച് വരയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ചുളിവുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിലെ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സംഖ്യ കിട്ടും. അതിനോടൊപ്പം സീം അലവൻസും മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ 9 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും 2 ഇഞ്ച് എന്തായാലും സീം അലവൻസ് ആഡ് ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഓൾട്രേഷനും കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് സീം അലവൻസ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഷേപ്പ് 8 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ 2 ഭാഗം കൂടി ഒന്ന് വരച്ചിട്ടുണ്ട്. നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ആയിട്ട് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ സ്ട്രഗ് ആണല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ പോർഷൻ വന്നിട്ട് ഒരു കോളർ പോലെ, അതായത് കയറി നിൽക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലെ നെക്കിന് 1 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1/2 ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കുക. 1/2 ഇഞ്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി കയറിയിട്ടാണ് നിൽക്കുക. അപ്പോൾ 1 ഇഞ്ച് കൊടുക്കുമ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ആയിട്ടൊരു നെക്ക് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്കിലെ നെക്ക്. ഇനി വരച്ചിട്ടുള്ള അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് ചെയ്ത ഭാഗം, പിന്നെ ബാക്കിലെ ആം ഹോൾ, സൈഡ്, ഇത്രയും ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. യോക്കിൻ്റെ പോർഷനിൽ നമ്മൾ ചെറുതായിട്ട് താഴ്വശം ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കറക്റ്റ് അളവിലാണ് മാർക്ക് ചെയ്യുന്നത്. സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിന്റിലല്ല, കറക്റ്റ് അളവിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതായത് ബാക്കിലെ പീസ്, ഒരു പീസ് 2 പീസ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു പീസ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ പീസ് മാത്രമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ ഓൾറെഡി ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രണ്ടിലെ ഷേപ്പ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ ഏറ്റവും താഴത്ത്, അതായത് ബോട്ടം സൈഡിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ടോപ്പ് പോർഷനിലേക്ക് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ എത്ര മാർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്.
ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യും. കാരണം 3.5 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത്. അപ്പോൾ ആ 3.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 13 ഇഞ്ചാണ് ഉണ്ടാവുക. കാരണം ടോട്ടൽ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 2 ഇഞ്ച് മൈനസ് ചെയ്താൽ 13 ഇഞ്ചായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഒരു വീനെക്കാണ് ചെയ്യുന്നത്. പക്ഷേ റൗണ്ട് ഷേപ്പിലുള്ള ഒരു വീനെക്കാണ് നമ്മൾ ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു വീനെക്ക് വരയ്ക്കുക. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം, അതായത് നമ്മുടെ നെക്ക് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ നിർത്തിയിട്ട് ബാക്കി ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൗണ്ട് ആയിട്ടുള്ള വീനെക്ക് വരയ്ക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുക കേട്ടോ. നിങ്ങൾക്കത് ക്യാൻവാസ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യാം. ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അത് മാത്രമല്ല അവിടെ ഒരു കുറച്ച് തിക്നെസ്സും ഫീൽ ചെയ്യും. അപ്പോൾ നല്ലതായിരിക്കും. നമുക്ക് പല ആൾക്കാരും ക്യാൻവാസ് പേപ്പർ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യും എന്നുള്ളത് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും ലൈനിങ് വരുന്ന വീഡിയോസിൽ ക്യാൻവാസ് പേപ്പർ ഇല്ലാതെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് പേപ്പർ ഉണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. സെയിം ഇതേ അളവ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം, ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കണം. അതായത് ഫ്രണ്ടിലേക്ക് 2 പീസ് ഉണ്ടാവും, ബാക്കിലൊരു പീസ് ഉണ്ടാവും. അപ്പോൾ ഈ അളവ് പ്രകാരം നമുക്ക് ലൈനിങ്ങും കൂടി വേണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ബാക്കി വരുന്ന ക്ലോത്ത് ഇതേപോലെ ഞാൻ 4 മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് വിഡ്ത്തിലും കറക്റ്റ് ലെങ്ത്തിലും ക്ലോത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വിഡ്ത്തിലും ലെങ്ത്തിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 9.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 15 ഇഞ്ച് ലെങ്ത്തും കിട്ടുന്നുണ്ട്. താഴെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ നിന്ന്, അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് നേരെ താഴോട്ടേക്ക് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഇതേപോലെ ആം ഹോൾ കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. ആം ഹോൾ എങ്ങനെയാണ് കുഴിച്ച് വരയ്ക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ, അറിയാത്തവരുടെ അടുത്താണ്. അപ്പോൾ ഇതേപോലെ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റും കൂടി ഇതേപോലെ ഒന്ന് വരയ്ക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്യുക. സെൻറ്ററിലും കൂടി ഒരു കട്ട് കൊടുക്കുക കേട്ടോ, സെൻറ്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കിലെ പീസാണ്. അപ്പോൾ ബാക്കിലെ പീസിലെ ലൈനിങ്ങിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെക്കുക. അതായത് നല്ല പീസിൻ്റെ നല്ല വശം വെക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല പീസിൻ്റെ നല്ല വശമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല പീസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ലൈനിങ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിൻ കുത്തി കൊടുക്കുക, നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക. ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷേപ്പ് മാറിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്, അതായത് ബാക്കിലെ പീസിൻ്റെ നല്ല തുണിയിൽ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലൈനിങ് ഇതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുക. കാരണം ലൈനിങ് കറക്റ്റ് അളവിലല്ലല്ലോ. അപ്പോൾ ലൈനിങ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. അതായത് ബാക്കി വരുന്ന 4 ഇഞ്ചിലുള്ള തുണിയിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ഈ കട്ട് കൊടുത്ത ഈ ക്ലോത്തും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ഒരേ വശത്തേക്ക് വരുന്ന രീതിയിൽ വെക്കുക. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ നല്ല ക്ലോത്ത് ആയിരിക്കണം. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത പീസും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ റൗണ്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ബാക്കിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ അടിയിലേക്ക്, അതായത് അടിവശത്തേക്ക് ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഒരു വശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നെക്ക് ഒന്നും കൂടി പതിച്ച് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴല്ല, ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലെ പീസ് എടുക്കാം. ഫ്രണ്ടിലെ പീസ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 1.5 ഇഞ്ച് വിടുത്തുള്ള ഇതുപോലൊരു ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം അതിനൊരു മടക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു മടക്ക് ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഒന്നുകൂടെ, അതായത് 3 പ്രാവശ്യം നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം മടക്കി കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും വിടുത്ത് കുറച്ചിട്ട് മടക്കുക. അതായത് കഴിയുന്നതും നേരത്തെ രീതിയിൽ നമ്മൾ മടക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 2.5 ഇഞ്ചിൽ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് 2.5 ഇഞ്ചുള്ള ഒരു പീസ് മതി. അപ്പോൾ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാം. ഫ്രണ്ടിലെ പീസ് ഇതുപോലെ 2 പീസായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 2 പീസ് ലൈനിങ്ങും നമുക്ക് വേണം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാതെ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് ഇത്രയും വലിയൊരു നെക്കിൻ്റെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ചുളിവുകൾ വീഴാനും ഷേപ്പ് മാറിപ്പോവാനും ഒക്കെ സാധ്യത ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് റൈറ്റ് പോർഷനിലുള്ള, അതായത് റൈറ്റ് ഭാഗത്തുള്ള
പീസാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ വലതുവശത്ത് വരുന്ന പീസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന പീസിലാണ് നമ്മൾ ഇതേപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസും കൂടി ആഡ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഹൂക്ക് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് പീസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം വെക്കുക, പിൻ കുത്തി കൊടുക്കുക, നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക കേട്ടോ. ആ നെക്കിൻ്റെ ഷേപ്പിലൊക്കെ നന്നായിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, തുണി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് വലിച്ചു പിടിച്ച് ചെയ്യരുത്. ആ ഒരു തുണി എങ്ങനെയാണോ പോകുന്നത് അതിൻ്റേതായ ഒരു ഫ്ലോയിൽ അതിനെ വിട്ടിട്ട് മെല്ലെ പതിയെ ചെയ്യുക കേട്ടോ. അപ്പോൾ മെല്ലെ പതിയെ ചെയ്ത് വരുന്ന സമയത്ത്, അതായത് ആ ഒരു റൗണ്ട് വീനെക്ക് വരെ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുക, സൂചി ഇറക്കി നിർത്തുക. സൂചി ഇറക്കി നിർത്തുന്ന ആ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ 2.5 ഇഞ്ചിൽ കട്ട് ചെയ്ത ഈ പീസ് ഉണ്ടല്ലോ, ഇതിനെ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട്, അതായത് ഈ ഒരു തറ്റ ഭാഗം, അതായത് അറ്റം വരുന്ന ഭാഗം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈനിങ്ങിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിലാണ് നല്ല ക്ലോത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 പ്രാവശ്യം മുന്നോട്ടും ബാക്കോട്ടും ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക, അതായത് ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. 3-4 പ്രാവശ്യം മുന്നോട്ടും ബാക്കോട്ടും ആയിട്ട് നമ്മളിങ്ങനെ ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്വശത്തേക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. രണ്ട് തവണ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റ തവണ ചെയ്താലും മതി, പക്ഷെ ഞാൻ ഒന്നും കൂടി ഒരു സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് 2 തവണ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലൈനിങ്ങിലുള്ള എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറിച്ചെടുക്കുന്നുണ്ട്. മറിച്ചെടുക്കുന്ന സമയത്ത് ഈ ലൈനിങ്ങും അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത പീസും ഒരേ ഡയറക്ഷനിൽ വരുന്ന പോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറിച്ചെടുക്കുന്നുണ്ട്. അതായത് ഈ ലൈനിങ് നല്ല ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളൊന്നും കൂടി പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതിച്ചടിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്യാൻവാസ് പേപ്പർ ഇല്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വലിച്ചു പിടിച്ചിട്ടൊന്നും ചെയ്യരുത്. സെയിം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു പീസ്, അതായത് നമ്മളൊരു ഹൂക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കും. നമ്മളിതുപോലെ 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ നല്ല പീസിൻ്റെ മുകളിൽ ബാക്കിലെ നല്ല പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ക്ലോത്തിൻ്റെ മുകളിൽ വെക്കുക. അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെക്കുന്ന രീതിയിൽ വെക്കുക. ഇങ്ങനെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യാതിരിക്കണം. അപ്പോൾ കഴിയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുക, ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യാണ്ടിരിക്കുകയാണ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിലെ നെക്കിൽ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുത്തിട്ട് സാധാരണ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ മറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, അതായത് പുറമേക്ക് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തത് പുറമേക്ക് കാണില്ല. അതായത് ആ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ഷോൾഡർ ജോയിൻ ചെയ്തത് ഉണ്ടാവുക. അപ്പോൾ ഇത് കുറച്ചും കൂടി പെർഫെക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക, 2 പീസും ചെയ്തെടുക്കുക. 2 ഭാഗത്തുള്ള ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിൽ നേരത്തെ നമ്മൾ പതിച്ചടിക്കാണ്ട് വെച്ച ആ നെക്ക് നമുക്കൊന്ന് പതിച്ചും കൂടി അടിക്കാം. നമ്മൾ കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ 2 പീസ് ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രണ്ടിലേക്കോ ഒന്ന് ബാക്കിലേക്ക് നമുക്ക് പ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് 2 ആക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ടിട്ട് അതിൻ്റെ സൈഡ് വശം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 2 ആക്കി മടക്കിയിട്ട് കട്ട് ചെയ്യുക. കാരണം ഫ്രണ്ടിൽ നമുക്ക് 2 പീസാണല്ലോ ഉള്ളത്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ 2 വശം എന്ന് പറയുന്നത് തേര് വശമാണ്, അതായത് നൂല് വലിയാത്ത വശമാണ്. നൂല് വലിയാത്ത വശത്തിനെയാണ് നമ്മൾ തേര് വശം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ മടക്കിയിട്ടാണ് സൈഡ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നൂല് വലിയുന്ന വശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൂല് വലിയുന്ന സൈഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 മടക്കിയിട്ട് വേണം സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സൈഡ് അടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ സൈഡ് അടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒത്തിരി കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സൈഡ് അടിക്കുന്നത്. കാരണം നൂല് വലിയാത്ത വശമായതുകൊണ്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചെറുതായിട്ട് അവരൊരു കട്ടിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നൂല് വലിയുന്ന വശമാണെങ്കിൽ 2 മടക്കിയിട്ട് അടിക്കുക. നൂല് വലിയാത്ത വശമാണെങ്കിൽ 1 മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുക കേട്ടോ. ഫ്രണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള 2 പീസിൽ മാത്രം ചെയ്താൽ മതി. ബാക്കിലേക്കുള്ള പീസിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മുകളിൽ, നല്ല വശത്തിൻ്റെ മുകളിൽ ഈ സ്കേർട്ട് പാർട്ടിന് നല്ല വശം വെച്ചിട്ട് നമ്മൾ പ്രില്ലിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതായത് അത്രയും ഒരളവിനനുസരിച്ചിട്ട് പ്രില്ലിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യമേ പ്രില്ലിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രില്ലിട്ട് എടുക്കാം. അതായത് ഈ അളവ് കണക്കാക്കിയിട്ട് പ്രില്ലിട്ടിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതായത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ.
അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ പ്രില്ലിട്ട് എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫ്രണ്ടിലെ രണ്ടാമത്തെ പീസിലും നമ്മൾ പ്രില്ലിട്ട് എടുക്കുക. പിന്നെ ബാക്കിലെ പീസ് വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഇതേപോലെ കട്ടിംഗ് ഒന്നുമില്ല, സെൻറ്റർ കട്ടിംഗ് ഒന്നുമില്ലല്ലോ, കാരണം ബാക്കിൽ ഒരൊറ്റ പീസല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന ഒരു പീസ് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലും ഇതേപോലെ പ്രില്ലിട്ടെടുക്കുക. കഴിയുന്നതും കുഞ്ഞു കുഞ്ഞു പ്രില്ലിടുക കേട്ടോ. ഫ്രണ്ടിലെ 2 പീസിലും അതുപോലെ തന്നെ ബാക്കിലെ പീസിലും നമ്മൾ ഇതേപോലെ പ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ സ്ലീവ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ലീവിൻ്റെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റർ പോർഷൻ നമ്മൾ ഷോൾഡറിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്ലീവിനും അതേപോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ താഴ്വശം കൂടി നമുക്കൊന്ന് മടക്കി തയ്ക്കാം. ആദ്യം മടക്കി പിന്നീട് മടക്കിയിട്ട് താഴ്വശം ഒന്ന് മടക്കി തയ്ക്കാം കേട്ടോ. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ചെയ്തെടുക്കും. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അളവ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് സ്ലീവിൻ്റെ അവിടെ മുതൽക്ക് നമ്മുടെ താഴെ വരെ നമ്മുടെ അളവ് പ്രകാരം നമ്മളൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. താഴെ വരെ അളവ് നോക്കേണ്ട ആവശ്യമില്ല, യോക്കിൻ്റെ ആ ഭാഗം വരെ ഷേപ്പ് വരെ അളവ് നോക്കിയാൽ മതി. പിന്നെ താഴേക്ക് അങ്ങോട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 ഭാഗത്തും സൈഡ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴ്വശം കൂടി മടക്കി തയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷ്രഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോളർ ഇല്ലാത്തൊരു മോഡൽ ഷ്രഗാണ് ചെയ്തത്. അപ്പോൾ കോളർ ഉള്ള മോഡൽ ഷ്രഗ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു ഹൂക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു വൈഡ് ആയിട്ടുള്ള റൗണ്ട് വീനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.